ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് വികാസവാണി ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ്. വികാസവാണി ജംഗ്ഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. കാക്കനാട് ഇൻഫോ പാർക്ക് പള്ളിക്കരയിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ്. നമ്മുടെ വികാസവാണി ജംഗ്ഷനിൽ തന്നെയാണ് ഈ വീടുള്ളത്. മെയിൻ റോഡിലേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ വെറും 10 മീറ്റർ മാത്രമാണ്. നമ്മുടെ ഇതൊരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന 3 വില്ലകളാണുള്ളത്. നമുക്ക് മെയിൻ റോഡിനോട് വളരെ അടുത്താണ്. നമ്മുടെ ഈ വില്ലയുടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നേരെ മെയിൻ റോഡ് കാണാം. നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് റൂട്ടാണ്. ഒരു വില്ല ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് 3 വീടുകളുള്ളതിൽ 2 എണ്ണം സെയിലായി. ഒരു വില്ല കൂടിയാണ് നമുക്കിനി ഇവിടെ ഉള്ളത്. അപ്പൊ അത്യാവശ്യം നല്ല നൈബേഴ്സിന് കിട്ടുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് കംഫർട്ടായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണ്. നിങ്ങൾക്ക് ഈ ഗേറ്റഡ് കോമ്പൗണ്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് മെയിൻ ഗേറ്റിലേക്ക് പോകുന്ന ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് ഇതിനകത്തെല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന വില്ലകളാണ് ഇതിനകത്തുള്ളത്. ഈ ഗേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്ത് പോകുന്നത് കാണാം. വികാസവാണി റൂട്ടാണ്, ബസ് റൂട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കോമ്പൗണ്ടിനകത്ത് 3 വീടുകളുള്ളത് ഞാൻ പറഞ്ഞു. 2 എണ്ണം സെയിലായി. ഒരു വീട് കൂടിയാണ് നമുക്ക് സെയിലിനുള്ളത്. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് ഒരു ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് 5.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 9 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 20 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്ന് പരിചയപ്പെടുന്നത് ഈ കാണുന്ന വില്ലയാണ്. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ കാണാം ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ വില്ലയുടെ താഴെ കാണുന്ന കാർപോർച്ചിന്റെ ഏരിയ അവിടെ എല്ലാം തന്നെ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് വിരിച്ചിട്ടാണ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ വില്ല ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു വില്ലയിൽ 2 വാഹനങ്ങൾ കംഫർട്ടായിട്ട് പാർക്ക് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഒരു എൻഡിലുള്ള വില്ല ആയതുകൊണ്ട് ഗസ്റ്റ് ഒക്കെ 1-2 വാഹനങ്ങൾ വേറെയും കൂടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു 3-4 വാഹനങ്ങൾ നമുക്ക് ഇവിടെ കംഫർട്ടായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ ഈ ഒരു വില്ലയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ എലിവേഷനൊക്കെ നോക്കിയാൽ കാണാം. നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളും ക്ലാഡിംഗ് സ്റ്റോൺസുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പല നിറത്തിലുള്ള ടെക്സ്ചർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഗ്ലാസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മെയിൻ കാർ പോർച്ച് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. അതുകൂടാതെ വില്ലയുടെ ഫ്രണ്ടിലായിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വേറെ 2 വാഹനങ്ങൾ കൂടി നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ നമുക്ക് ഈ ഒരു വില്ലയുടെ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ഭംഗിയായിട്ട് ആ ഒരു ജാളി മെറ്റീരിയൽ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് പോയിട്ട് അതിനുള്ളിലെല്ലാം തന്നെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് വില്ലയുടെ ലാസ്റ്റ് എൻഡിലുള്ള വില്ലയാണ്. നമ്മുടെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് കിണർ കിട്ടുന്നത്. ഒരു ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടർ കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ. ഇവിടെ നിന്ന് ബാക്കിലേക്കൊക്കെ പോകാനായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അവിടെ എല്ലാം തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. സെയിം ടൈം നമ്മൾ വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ പകുതി വരെ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് അതിനുശേഷം ബാക്കിലേക്ക് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ ബാക്കിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് വീടിന് ചുറ്റിനും ഒരാൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാർ പോർച്ചിന്റെ ഏരിയ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതിന്റെ റൂഫിലെല്ലാം തന്നെ നല്ല രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഷോ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഭംഗിയാക്കിയിട്ടാണ് ഫ്രണ്ടിന്റെ പോർഷൻ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കാണുന്ന വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ട് ഒരു ചെറിയ സിറ്റ് ഔട്ട് ആയിട്ടാണ് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് വീടിന്റെ മെയിൻ ഡോർ ആണ്. നമുക്ക് 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാക്കിയുള്ള മരങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഒരു ടീക്ക് വുഡിലാണ്. ബാക്കിയുള്ള മരങ്ങളെല്ലാം വന്നിട്ട് ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു സ്വിച്ചസും കേബിളൊക്കെ വന്നിട്ട് വി ഗാർഡിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാനിറ്ററി ഐറ്റംസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജാഗ്വാറിലും സെറയിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നേരെ ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. ടൈല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈറ്റ് കളർ ടൈല് ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും കാണാൻ പറ്റുന്നുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എല്ലായിടത്തും തന്നെ ഫാൻ ഫിറ്റിംഗ് കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ടി വി യൂണിറ്റ് കിട്ടുന്നത്. മൾട്ടി വുഡ് കൊണ്ട് ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ഓപ്പൺ ഷെൽഫുകളും അതുകൂടാതെ നമുക്ക് സേഫ് ആയിട്ട് കവർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഡ്രോസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 4-5 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു. ആ മൾട്ടിവുഡിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 5 പേരെ 5-6 പേരെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കാണാം. അതുകൂടാതെ വാഷ് ബേസിനൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കുവാണെങ്കിൽ മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു ജാഗ്വാറിലും സെറയിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇരിക്കുന്ന പോർഷൻ വന്നിട്ട് വൈറ്റ് കളറുള്ള ഗ്രാനൈറ്റും താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിലും കബോർഡുകളായിട്ടും ഒക്കെയാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഓപ്പൺ കിച്ചന്റെ എൻട്രൻസും കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഗ്ലാസ് ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ അല്ലാത്ത രീതിയിൽ ഡോർസ് ഓപ്പൺ ചെയ്യാവുന്ന മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ഓപ്പൺ ഷെൽഫുകളും ഒക്കെയാണ് ക്രോക്കറി ഐറ്റംസ് വെക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം നല്ല രീതിയിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം കൊടുത്തിട്ടാണ് ഡൈനിങ് സ്പേസ് മനോഹരമാക്കി ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ കിച്ചണിലേക്ക് തന്നെ പോകാം. കിച്ചണിന്റെ എൻട്രൻസ് നിങ്ങൾ കണ്ടു. മൾട്ടിവുഡിൽ തന്നെ നല്ല രീതിയിൽ വർക്കുകൾ വരുന്നുണ്ട്. ചെറിയ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് പോർഷന്റെ ഇവിടുത്തെ ഇന്നർ പോർഷൻ വന്നിട്ടാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ സറൗണ്ടിങ് ഏരിയാസും കിച്ചൺ സ്ലാബും എല്ലാം തന്നെ വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റും ടൈലും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ മെജോറിറ്റി പോർഷൻസിൽ തന്നെ ഒരു വുഡ് കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ചില പോർഷൻസിൽ മാത്രം ചെറിയൊരു വൈറ്റ് കളർ കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും എല്ലാമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് വർക്ക് ഏരിയ ചെയ്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സ്പേസ് അവിടെ ഉള്ളതാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള പോർഷൻ നോക്കിയാലും കാണാം കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റെയർ കേസിന്റെ ആ ഒരു ഭാഗത്താണെങ്കിലും അതിന് ഈ സെയിം പോർഷൻ തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു എൻട്രൻസ് കൂടി അവിടേക്ക് കിട്ടുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഒരു ഡോറിന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ആഞ്ഞിലിയിലാണ് കട്ട്ല ചെയ്തിരിക്കുന്നത്. ബാക്കി ഡോറുകളൊക്കെ വരുന്നത് മഹാഗണിയിലാണ്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ കിട്ടുന്നത്. 13-11 ഫീറ്റ് 13x11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 4 വിൻഡോസ് കിട്ടുന്നുണ്ട്. വിൻഡോസിനോട് ചേർന്നുള്ള ഈ ഭാഗം ടൈൽ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ വിട്ടിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു കുഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. ബാക്കി വരുന്ന 3 വിൻഡോസ് ആ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ സെയിം വുഡ് കളർ തന്നെയാണ് ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫിറ്റിങ്ങും എല്ലാം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഫിറ്റിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു സെറയുടെയും ജാഗ്വാറിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ആഷ് കളർ ആൻഡ് ഡാർക്ക് ആഷ് കളർ ആയിട്ടാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ബാത്റൂമിലെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലേക്കാണ് പോകേണ്ടത്. മുകളിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈൽസ് എല്ലാം വന്നിട്ട് ആ ഒരു വുഡൻ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ഈ ഹാൻഡ് റൈൽസിന്റെ താഴെ കാണുന്ന പോർഷൻസ് എല്ലാം അയൺ ബാറുകൾ ഇട്ട് ബ്ലാക്ക് കളർ പെയിന്റ് കൊടുത്ത് നല്ല സേഫ് ആയിട്ടാണ് ഫുൾ ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ സ്റ്റെപ്സ് എല്ലാം നോക്കുവാണെങ്കിലും ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നേരെ നമുക്ക് മുകളിൽ നോക്കുവാണെങ്കിൽ കാണാം റൂഫിൽ പെർഗോള മോഡലിൽ ഓപ്പണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതിനകത്തെല്ലാം ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. 1-2 LED ലൈറ്റുകളൊക്കെ ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. നമ്മൾ നേരെ കയറി വരുന്ന ഈ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു റൂം കിട്ടുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടെ നിന്ന് സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ആദ്യത്തെ പോർഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-9 13x9 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. ഒരു വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് വിത്ത് മിററോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വിൻഡോ ആണ്. ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് ഇത് സേഫ് ആക്കിയിരിക്കുന്നത്. സ്ട്രക്ചർ അതിന്റെ പുറത്തെല്ലാം നോക്കുവാണെങ്കിൽ വുഡൻ ഫ്രെയിമാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാവുന്ന 3 വിൻഡോസും ആണ് വേറെ കൊടുത്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ടൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഈ ബെഡ്റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കണ്ടു. ഇവിടെ നിന്ന് നമുക്ക് നേരെ മുകളിലേക്കാണ് പോകേണ്ടത്. ടോട്ടൽ ഇപ്പൊ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ഹാള് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ റൂഫിലെ വർക്കുകൾ നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോഴേ കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് റൂഫിലെ വർക്കുകളും ലൈറ്റ് ഫിറ്റിങ്ങും ഫാൻ ഫിറ്റിങ്ങും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ താഴെ ഇവിടെ ഏറ്റവും താഴെ ഒരു ബെഡ്റൂം കണ്ടു. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കയറി മുകളിൽ ഒരു ബെഡ്റൂം കണ്ടു. ഇനി ഇവിടെ ഈ ഒരു ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ 2 ബെഡ്റൂം, ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. നേരെ സ്റ്റെപ്പ് കയറി വന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു ഹാളിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. TV യൂണിറ്റ് ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വോളിൽ പവർ പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും കാണാം വർക്കുകൾ ചെയ്തിട്ട് LED ലൈറ്റ് ഫിറ്റിങ്ങും ഫാൻ ഫിറ്റിങ്ങും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു നമ്മുടെ ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ 3rd ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 13x11 13-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല രീതിയിലൊരു വലിയ വാർഡ്രോബ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിന്റെ കൂടെ ആ ഒരു മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലാണെങ്കിലും അത്യാവശ്യത്തിന് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫിറ്റിങ്ങും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. അതിനകത്ത് നമുക്ക് ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നും തുറക്കുന്ന ഡോർ വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. നമുക്ക് ഇവിടെ ഒരു ചെറിയ ബാൽക്കണി കിട്ടുന്നുണ്ട്. ചെറിയൊരു ബാൽക്കണിയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം ഓപ്പോസിറ്റ് ഒക്കെ വില്ല ഉള്ളതാണ്. ഞാൻ പറഞ്ഞിരുന്നു 3 വില്ലകളുടെ ഒരു പ്രൊജക്റ്റ് ആണിത്. 2 എണ്ണം സോൾഡ് ഔട്ട് ആണ്. ഇനി ഈ ഒരു വില്ല കൂടിയാണ്. അപ്പൊ നിങ്ങൾ അധികം വൈകണ്ട, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ബിക്കോസ് ഇത് റോഡിന് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും സോൾഡ് ഔട്ട് ആയി പോകാവുന്നതാണ്. നമുക്കിനി ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12x10 ഫീറ്റ് 12-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വാർഡ്രോബുകൾക്കായിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു വാർഡ്രോബും അവിടെ 3 വിൻഡോസും ആണ് നമുക്ക് കിട്ടുന്നത്. അതിനോടുകൂടി മിററും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും നല്ല രീതിയിൽ വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിങ്ങും ഫാൻ ഫിറ്റിങ്ങും എല്ലാം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇതും ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകളൊക്കെ വരുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ്. നമ്മളിവിടെ 4 ബെഡ്റൂമുകൾ കണ്ടതിൽ 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതിനകത്ത് 3 ബെഡ്റൂമുകളിൽ നമുക്ക് ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫൈനലി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഈ ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. മുകളിലൊക്കെ ഫുൾ ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അവിടത്തേക്ക് വരുമ്പോൾ നമുക്ക് ടൈലിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഒരു വുഡൻ ടൈലാണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ ഇപ്പോൾ കണ്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് വികാസവാണി ജംഗ്ഷനിൽ തന്നെയാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വികാസവാണി റൂട്ടിലൂടെ ബസ്സുകൾ പോകുന്നത് കാണാം. വെറും 10 ഫീറ്റ് പോലും വെക്കേണ്ട വളരെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ബസ് റൂട്ടൊക്കെ വരുന്നത്. അപ്പൊ ഇത്രയും സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഇതുപോലൊരു വീട് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് 3 വില്ലകളാണ് വരുന്നത്. അതിനകത്തുള്ള ഒരു വീടാണ് നമ്മളിത് പരിചയപ്പെടുത്തിയത്. ബാക്കിയുള്ള വില്ലകളെല്ലാം സെയിൽ ആയതാണ്. 3.1 ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 3.1 സെന്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് വരുന്നത് 1578 ആണ്. 1578 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതൊരു 4 BHK വീടാണ്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളിൽ നമുക്ക് ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേഷൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വില്ലയിൽ നമുക്ക് ഓപ്പൺ വില്ല ആയതുകൊണ്ട് തന്നെ 4 വാഹനങ്ങൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിന് നോക്കുവാണെങ്കിൽ നമുക്ക് KW ഉണ്ട്. അത് കൂടാതെ കിണർ വെള്ളവും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും അടുത്ത് കാക്കനാടിനോട് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ 88 lakhs ആണ്. 88 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഒട്ടും വൈകണ്ട, എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.